ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഷിഗാസ് കഫേ. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉപ്മാവ് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കുന്നത്. നമ്മൾ ഉപ്മാവ് അതുപോലെ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കഴിക്കാൻ മടിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. നമുക്ക് ഉപ്മാവ് വേസ്റ്റ് ആവുകയില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗത്തിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു വീഡിയോ മിസ്സാവാതെ കാണാനും സാധിക്കും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ സാധാരണ ഉപ്മാവ് വെക്കുന്ന പോലെ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഉള്ളി, ഇഞ്ചിയും പച്ചമുളകും ക്യാരറ്റൊക്കെ ചേർത്തിട്ടാണ് ഉപ്മാവ് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം ഒരു 2 കപ്പ് ഉപ്മാവുണ്ട്. ഇനി ഈ ഉപ്മാവിലേക്ക് ഞാൻ 2 നേന്ത്രപ്പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 4 പീസായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു പഴം 4 ആയിട്ട് മുറിച്ചിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. രണ്ട് പഴവും ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കാഷ്യൂനട്ട് വേണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് ഉപയോഗിക്കുക. കടല വറുത്തതുണ്ടെന്നുണ്ടെങ്കിൽ തൊലി കളഞ്ഞിട്ട് കടല ചേർത്ത് കൊടുത്താലും മതി, നല്ല ടേസ്റ്റാണ് കടലയാണെങ്കിലും. പിന്നെ കുറച്ച് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഴം നമുക്ക് ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് നെയ്യിന് പകരം വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ. നെയ്യാവുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. പഴമൊക്കെ ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂണ് തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 1-2 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. തേങ്ങയും പഴമൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പഴം അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ 3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പഞ്ചസാരയും തേങ്ങയും പഴം എല്ലാതും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ചിട്ട് വരണം. ഇപ്പോൾ തേങ്ങയും പഴവും പഞ്ചസാരയൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് തയ്യാറാക്കിയ ഫില്ലിങ് ഈ ഉപ്മാവിൽ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ കറിവേപ്പിലൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണ്. കുട്ടികൾക്ക് കറിവേപ്പില കടിക്കുന്നത് അത്ര ഇഷ്ടമല്ല, അപ്പോൾ അതാട്ടോ ഞാൻ ഒഴിവാക്കുന്നത്. ഇനി നമുക്ക് ഈ ഉപ്മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഉപ്മാവ് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളമോ പാലോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുക. ഞാനിപ്പോൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉപ്മാവ് സോഫ്റ്റ് ആയാൽ മാത്രമേ നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉപ്മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസായിട്ട് റോൾ ചെയ്തെടുക്കാം. കയ്യിൽ ഒരല്പം ഓയിലോ വെളിച്ചെണ്ണയോ ഒന്ന് തടവി കൊടുക്കുക, എന്നാൽ ഉപ്മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പഴത്തിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. പഴത്തിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത ശേഷം നമുക്കിത് റോൾ ചെയ്തെടുക്കാം.
ഞാനിപ്പോൾ ഒരു ഉന്നക്കായുടെ ഒക്കെ ഒരു ഷേപ്പിലാണ് ഞാൻ റോൾ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റോൾ ചെയ്തെടുക്കുക. ബോൾസ് ആയിട്ടോ അല്ലെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലൊക്കെ വേണമെങ്കിലും റോൾ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഉന്നക്കായുടെ ഷേപ്പിലാണ് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഉപ്മാവും പഴത്തിൻ്റെ ഫില്ലിങ്ങും വെച്ചിട്ട് ഞാൻ ബാക്കി റോൾസൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മധുരമുള്ള ഫില്ലിങ് ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഏത് ഫില്ലിങ് വെച്ചിട്ടും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കുക. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ച് മധുരമുള്ള ഫില്ലിങ് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ എല്ലാ റോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരളവ് വെച്ചിട്ട് എനിക്ക് 16 റോൾസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ റോൾസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാം കേട്ടോ. കാരണം നമ്മൾ ഉപ്മാവാണെങ്കിലും പഴമാണെങ്കിലും ഒക്കെ കുക്ക് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതുപോലെ തന്നെ കഴിക്കാവുന്നതാണ്. റോൾസ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കുകയാണ്. പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ റോൾസ് നേരിട്ട് ഓയിലിട്ട് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ഈ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. ബ്രെഡ് ക്രംസ് ഞാൻ ഒന്ന് ഫ്രൈ ആക്കിയ ശേഷം ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഫൈനാക്കി പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഓരോ റോൾസും നമുക്ക് ഈ മുട്ടയിൽ മുക്കിയിട്ട് ഈ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ റോൾസായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ട് വേണം നമ്മൾ റോൾസ് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ മുട്ട കഴിക്കാത്തവർക്ക് കുറച്ച് മൈദപ്പൊടി വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കുക. ഓരോ റോൾസും ഈ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈ ഒരു റോൾസ് ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഇട്ട ഉടനെ തന്നെ ഇത് ഇളക്കി കൊടുക്കരുത്. അപ്പോൾ ഈ റോൾസൊക്കെ പൊടിഞ്ഞു പോവും. ഒരു ഭാഗം ഫ്രൈ ആയ ശേഷം മാത്രം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ 2 ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ഉപ്മാവും പഴവും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പും ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്സ് കഴിക്കാൻ. അപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സ്നാക്സ് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്